ഹലോ, അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. 2 കപ്പ് ചോറിന് 1 ടേബിൾ സ്പൂൺ റവ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ ചോറാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം ബാക്കി വന്നതോ അന്നത്തെ ചോറോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 കപ്പ് ഇത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1.5 ഭാഗത്തോളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അരഞ്ഞ് കിട്ടും. നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ. ഇനി നമുക്കിത് മാറ്റാം. ഇനി നിങ്ങൾക്ക് മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് അരയണില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തോളൂ. അപ്പോൾ നമുക്ക് അളവുകൾ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാനിത് വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിത് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി 1.5 കപ്പും കൂടി ഞാൻ 3 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ 1/2 കപ്പും പിന്നെ 1 കപ്പും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് വലിയ ജാറിൽ അരച്ചെടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. ചെറിയ ജാറിലാവുമ്പോൾ വേഗത്തിൽ അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ജാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 1.5 കപ്പ് കൂടി ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാണ്ടൊക്കെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ 3 കപ്പ് എടുത്തുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ റവ ചേർത്തെടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ റവ കുടിച്ച് നല്ലൊരു സോഫ്റ്റും ആവും. നമുക്ക് നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെ ചോറ് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികൾ. ബാക്കി വന്ന ചോറ് ഒരിക്കലും പേടിക്കേണ്ട, നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കി ആവാൻ വേണ്ടി നമ്മൾ ചോറ് കൂടുതൽ ഉണ്ടാക്കും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതാ ഇത് നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റവയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, റവയൊക്കെ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പാണെന്ന് വെച്ചാൽ 1 സവാള മതി. പിന്നെ കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അതുകൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ്. പിന്നെ ഞാനിതിലേക്ക് അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പാണെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. ഞാനിത് 3 കപ്പ് എടുത്തതുകൊണ്ട് 4.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2 കപ്പിലേക്കുള്ള 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 കപ്പ് എടുത്തതുകൊണ്ട് 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എത്ര കപ്പ് ചോറ് എടുക്കുന്നത് അതിനനുസരിച്ച് പൊടി എടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. സ്പൂണൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾ വെള്ളം ചേർത്തിട്ടാണ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടാണ് ചോറ് അരച്ചെടുത്തിട്ടെന്നുണ്ടെങ്കിൽ അളവ് വ്യത്യാസം വരും കേട്ടോ നമ്മൾ അരിപ്പൊടിക്ക്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി ചെറിയ ഉള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ തേങ്ങ ചിരവി എടുക്കാത്തതായതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് ഈ ഒരു ചട്നി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതായത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മളെ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം നമ്മൾക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ ഉരുള എടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മളിത് വടയുടെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറായതുകൊണ്ട് കയ്യിൽ ഒട്ടി പിടിക്കട്ടോ, അതുകൊണ്ട് നമുക്ക് കൈയൊന്ന് നനച്ചെടുത്താൽ മതി, എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉഴുന്നുവട കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും, അതേപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എനിക്കിത് ഉഴുന്നുവട എനിക്കിഷ്ടമല്ല, ഉഴുന്നുവടനേക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈവെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ ഉരുളെടുക്കാം. നിങ്ങൾ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തോണ്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല കനത്തിൽ വേണ്ട, എന്നാൽ നല്ല കനം കുറച്ചും വേണ്ട, ഇതുപോലെ ഈ ഒരു അളവിന് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. രണ്ട് പുറമൊന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഹോൾസായി കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഹോൾസ് ഇടാൻ എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കി ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ഇതുപോലെ എണ്ണ ഇതാ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വറുത്തെടുക്കാൻ ഈ എണ്ണ മതി. നമ്മളതാണ് ചോറിൽ വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ അതാ ഞാൻ 3 വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് മെലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ചെറിയ ബ്രൗൺ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക കേട്ടോ, നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട. അപ്പോൾ വേഗം പുറം ഭാഗം കൊണ്ട് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടൂല. ഇതുപോലെ ഒന്ന് കണ്ടോ ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മൊരിപ്പിച്ചെടുക്കാം. നല്ല മൊരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇട്ട് കൊടുക്കുക. ഞാൻ അത്ര ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കണില്ല, നമ്മൾ വടയുടെ ഒക്കെ ഒരു മൊരി തന്നെ അത്രയാണ് കേട്ടോ ആക്കണുള്ളൂ. എന്നാൽ തന്നെ നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. ചെറുതായിട്ട് കുടിക്കും, എന്നാലും നമ്മൾ വലിയ തരത്തിൽ ഇത് കുടിക്കില്ല. നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൽ എണ്ണമെഴുക്കിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് 3 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അവർക്ക് നല്ല ഇഷ്ടം. ചപ്പാത്തി, ദോശ, ഇഡ്ഡലിയൊക്കെ അവർ വേണ്ട പറയും. ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുത്താൽ അവർക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ ചോദിക്കുമ്പോൾ നമുക്കിത് എടുത്ത് കൊടുക്കാം. കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഉഴുന്നുവടനേക്കാട്ടിന് ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലവർക്ക് ഉഴുന്നുവട നല്ല ഇഷ്ടമാവും, അവരോടല്ല പറയണത്. അപ്പോൾ അതാ രണ്ടാമത്തതും നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ എണ്ണയൊന്നും നമ്മൾ കുടിച്ചിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല നമ്മൾ ഉണ്ടാക്കിയ ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 3 കപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു 5 പേർക്ക് കഴിക്കാനുള്ള വട ഉണ്ടാവും കേട്ടോ. കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ, അതേപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് കുട്ടികൾക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടമാവും, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ, ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ ഈ ഒരു ചമ്മന്തി നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിയും കൂട്ടിയിട്ട് നമുക്ക്
നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അതേപോലെ കുറേ റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബാക്കി വന്ന ചോറ് വെച്ചിട്ട്. അപ്പോൾ ചോറ് വേസ്റ്റായി പോകുന്നുള്ള ബേജാറേ വേണ്ട, നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ നമുക്ക് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.